നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോർച്ചുഗൽ അങ്ങനെ UEFA നേഷൻസ് ലീഗ് ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഫ്രാൻസിസ്കോ കൊൺകാഷിയുടെ അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സെക്കൻഡ് ഹാഫ് ഗോളുകളാണ്. 1-0 വിറ്റ്സിന്റെ ഗോളിൽ ജർമ്മനി ലീഡ് എടുത്തതിന് ശേഷം പോർച്ചുഗൽ തിരിച്ചു വന്നത്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ ജർമ്മനി അത്യാവശ്യം ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടായിരുന്നാൽ തന്നെ അവർക്ക് ബാക്ക് ലൈനിൽ തായും ബാക്ക് ലൈൻ ആണെങ്കിലും ആന്റോണും ഒക്കെ ഇറങ്ങുന്ന ഒരു ബാക്ക് ത്രീ ആയിരുന്നു ഇറങ്ങിയത്. സോ അധികം സോളിഡ് അല്ല, ഒരു ബാക്ക് ത്രീ അല്ലായിരുന്നു. അതുപോലെ ഇപ്പം ബാക്ക് ഫോർ സ്ഥിരം കളിച്ചോണ്ടിരുന്ന നാഗൽസ്മാൻ എന്തിന് ബാക്ക് ത്രീ കളിപ്പിച്ചു എന്നുള്ളൊരു ക്വസ്റ്റ്യനും പോസ്റ്റ് മാച്ച് ഒക്കെ എക്സ്പേർട്സ് ചോദിക്കുന്നത് കേട്ടു. സോ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പോർച്ചുഗൽ ഈവൻ ദോ 1-0 പുറകിൽ പോയി എന്നിട്ടൊരു കംബാക്ക് നടത്തുമായിരുന്നു. ഈ ഫസ്റ്റ് ഹാഫിൽ ജർമ്മനി അത്യാവശ്യം ബോളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും പോർച്ചുഗൽ ഇന്നലെ പ്രോബ്ലി റോബർട്ടോ മാർട്ടിനസിന്റെ അണ്ടർ വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് ഗെയിം കളിച്ച, അഥവാ ഏറ്റവും സോളിഡ് ആയിട്ടൊരു ഗെയിം കളിച്ച മത്സരം എന്ന് ഞാൻ പറയാം. എസ്പെഷ്യലി ഡിഫെൻസീവ്ലി ഈവൻ ദോ അവരെ 2-1 ലീഡ് എടുത്തതിന് ശേഷമാണ് പ്രോപ്പർ ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡിയോഗോ കോസ്റ്റയുടെ നല്ല സേവുകൾ ഉണ്ടായിരുന്നു. ബട്ട് ഡിഫെൻസീവ്ലി ആസ് എ ടീം അവർ വർക്ക് ചെയ്തൊരു മത്സരമായിട്ടും ഇന്നലെ തോന്നിയിരുന്നു. സോ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മാച്ചിൽ സ്റ്റാർട്ടിൽ ബിൽഡപ്പ് ഫേസിലൊക്കെ ജോണാഥൻ താ ഭയങ്കര മോശമായിരുന്നു. ജോണാഥൻ താ ഭയങ്കര പാനിക്ഡ് ആയിരുന്നു. ധാരാളം മിസ്പാസുകൾ ഉണ്ടായിരുന്നു തായുടെ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജോണാഥൻ തായ്ക്ക് വേണ്ടി എന്തുകൊണ്ട് വലിയ ഈവൻ ദോ ഫ്രീ ഏജന്റ് ആയതെങ്കിലും ബാർസലോണ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പക്ഷെ പിന്മാറിയ ദൂരത്തെത്തി നന്നായും തോന്നുന്നുണ്ട് ഇപ്പം. കാരണം നിങ്ങൾക്ക് ഇപ്പം കളിയാകുമ്പോൾ മനസ്സിലായിരിക്കും ബിൽഡപ്പ് ഫേസിലൊക്കെ ആൾ ധാരാളം ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ആളുടെ ലാക്ക് ഓഫ് പേസ് ഇന്നലെ എടുത്ത് എക്സ്പ്ലോയിറ്റഡ് ആവുന്നുണ്ടായിരുന്നു. ഇന്നലെ ഈവൻ ദോ ഫസ്റ്റ് ഹാഫ് ഒരു നമുക്ക് മേ ബി ഒരു KG മാച്ച് എന്ന് പറയില്ല, അങ്ങോട്ടും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു മാച്ചായിരുന്നു. ബട്ട് പൊസിഷൻ കുറച്ചുകൂടെ ജർമ്മനി കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അക്സെപ്റ്റബിൾ അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു. സോ ഇന്നലെ ജർമ്മനിയുടെ ഫ്രണ്ട് ത്രീ ആണെങ്കിലും വിച്ച് ഒഴികെ നമ്മൾ നോക്കാനായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഇവർ മൂന്നുപേരും ഒരുമിച്ച് കളിക്കുന്നത്. ഫുൾ ക്രിക്കിനെ ആൾ ബെഞ്ച് ചെയ്യുമായിരുന്നു. സോ അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെക്കൻഡ് ഹാഫിലാണ് കളി മാറുന്ന സിറ്റുവേഷൻ വന്നത്. വിച്ച് ത്രൂ ഈവൻ ജർമ്മനി ലീഡ് എടുത്തു. ഒരു നല്ല ഹെഡർ ആയിരുന്നു വിച്ചിന്റെ. അങ്ങനെ ഒരു ജർമ്മനി ലീഡ് എടുക്കുവാണ്. പക്ഷേ പോർച്ചുഗൽ ഒട്ടും മങ്ങിയില്ല. പോർച്ചുഗലിന്റെ 2 ചേഞ്ചുകൾ ഫ്രാൻസിസ്കോ കൊൺകാഷിയും അതുപോലെ തന്നെ വിറ്റീനെ പിച്ചിലോട്ട് ഇറക്കുകയാണ്. സോ ഈ ഒരു ചേഞ്ച് കളി മാറ്റുകയാണ്. ഫ്രാൻസിസ്കോ കൊൺകാഷിയോടെ ഒരു കിഡിലൻ ഗോള്, ജെർസൺ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ രീതിയിലൊരു ഗോളായിരുന്നു. അതിനുശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഗോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ന്യൂനോ മെൻഡസ് ആണ്. ന്യൂനോ മെൻഡസും ബ്രൂണോ ഫെർണാണ്ടസും കമ്പൈൻ ചെയ്തു. ന്യൂനോ മെൻഡസിന്റെ കിഡിലറാണ്. നമ്മൾ പറയുന്നില്ല സ്പേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള ന്യൂനോ മെൻഡസിന്റെ കപ്പാസിറ്റി, അത് തന്നെയാണ് നമ്മൾ കണ്ടത്. ഇൻവേർട്ട് ചെയ്ത് കയറുന്നു, ഹാഫ് സ്പേസസ് അറ്റാക്ക് ചെയ്യുന്നു, ആൻഡ് ഒരു കിഡിലൻ ക്രോസ് ക്രിസ്ത്യാനോയ്ക്ക് കൊടുക്കുന്നു. ക്രിസ്ത്യാനോയ്ക്ക് ടാപ്പിൻ ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രം. സൂപ്പർ ഫിനിഷ്. ക്രിസ്ത്യാനോയ്ക്ക് മാച്ചിൽ 1-2 നല്ല വേറെ ചാൻസുകളോടും കിട്ടിയിരുന്നു. അത് വെറിയായിരുന്നു. കുറച്ചുകൂടെ നന്നായി 137ാമത്തെ ഇന്റർനാഷണൽ ഗോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ സ്കോർ ചെയ്തിരിക്കുകയാണ്. സോ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ഫസ്റ്റ് ഹാഫിൽ ബ്രൂണോ ഫെർണാണ്ടസ് ഭയങ്കര ടയേർഡായി തോന്നുന്നുണ്ട്. മെയിൻലി നമുക്കറിയാം ആള് കഴിഞ്ഞ 15 ദിവസത്തിനിടെ ട്വിറ്ററിൽ കിടന്ന് കറങ്ങുന്ന ഒരു സ്റ്റാറ്റാണ്. കഴിഞ്ഞ 15 ദിവസത്തിനിടെ ആൾ 5 രാജ്യങ്ങളിൽ കിടന്ന് കളിച്ചു എന്ന് പറഞ്ഞ ട്വിറ്ററിൽ മാനോഡാറ്റഡ് പേജുകളിലൊക്കെ കാണാം. സോ ഫസ്റ്റ് ഹാഫിൽ ആൾ എന്താ തരത്തിൽ ആൾ ഒരല്പം ഡൗൺ ആയിരുന്നു. 64 മാച്ചുകൾ ഈ സീസൺ കളിച്ച പ്ലെയറാണ്. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ പെട്ടെന്ന് ആൾക്ക് എവിടെ നിന്നൊക്കെ എനർജി വരുന്നു. ആളുടെ ഒരു 1-1.5 പെർഫോമൻസുമാണ് നമ്മൾ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ അന്യായമായിരുന്നു. പ്ലേ മേക്ക് ചെയ്യുന്നതല്ല, പക്ഷെ ആ എനർജി ഉണ്ടായിരുന്നു. ബോൾസ് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ന്യൂനോ മെൻഡാസും പുള്ളിയും കൂടെ കമ്പൈൻ ചെയ്താണ് സെക്കൻഡ് ഗോളൊക്കെ വന്നത്. സോ ആളുടെ എനർജി നമുക്ക് കാണാനായിട്ടുണ്ടായിരുന്നു. ജർമ്മനി സെക്കൻഡ് ഹാഫിൽ കുറെ ചേഞ്ചുകൾ എത്തി. ഫുൾ കുർഗിനെ ഇറക്കി, ഗ്നാബ്രി വന്നു, ആഡിയമ്മി വന്നു, കുറച്ച് ചേഞ്ചുകൾ വന്നു. പക്ഷേ ഗെയിമിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. പോർച്ചുഗൽ പ്രോപ്പറായിട്ട് ആസ് എ ടീം ഡിഫെൻഡ് ചെയ്തു. അതിന് എടുത്തു പറയേണ്ട കാര്യം സെക്കൻഡ് ഹാഫിൽ മൊമെന്റ്സിൽ ഈവൻ ദോ ജർമ്മനിയുടെ ഹോം മാച്ച് ആണെങ്കിലും ബോഡീസ് കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പോർച്ചുഗൽ ചുമ്മാ അറ്റാക്കിന് എന്തിനൊക്കെയോ ആളുകൾ അങ്ങോട്ട് പോയിട്ട് ചുമ്മാ ക്രോസ് ഇടുമല്ലായിരുന്നു. നിങ്ങൾക്ക് കാണാൻ നല്ല പോലെ തന്നെ ബോഡീസ് കമ്മിറ്റ് ചെയ്ത് ജർമ്മൻ ഡിഫൻസിന് പ്രഷർ കൊടുക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ഐ തിങ്ക് പോർച്ചുഗൽ ഔട്ട് സ്മാർട്ടഡ് ജർമ്മനി എന്ന് തന്നെ പറയുന്ന ഒരു പറയാതിരിക്കാൻ വയ്യ. ഓവറോൾ ഐ വിൽ സേ പോർച്ചുഗൽ ഡെഫിനറ്റ്ലി ഡിസേർവ്സ് ടു വിൻ ദിസ് മാച്ച്. അവരായിരുന്നു കൂടുതൽ എന്താ പറയുക, നമ്മൾക്ക് ഈ പോർച്ചുഗലിൽ കാണാത്ത പ്ലേയേഴ്സിനിടെ കാണാത്ത ഒരു എനർജിയും ഒരു കമ്മിറ്റ്മെന്റും ഒരു ടീം വർക്കും ആൻഡ് ടീംമേറ്റ്സിനെ തമ്മിൽ സപ്പോർട്ട് ചെയ്തുള്ള കളിയൊക്കെ എടുത്ത് കാണായിരുന്നു. അതിന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇന്നലെ ജോവനോവിസിനെയാണ് റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പുള്ളി PSG റൈറ്റ് ബാക്ക് കളിക്കാറായിട്ടുള്ളതുമാണ്. സോ വലിയ സർപ്രൈസ് ആവേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ പോർച്ചുഗലിനുള്ള ടെർസ്റ്റഗന്റെ പെർഫോമൻസ് ആണ്. ടെർസ്റ്റഗൻ ഇന്നലെ വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി ഒരു ഡബിൾ സേവ് ഒക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ആളെ കോൾ ചെയ്തപ്പോഴൊക്കെ 1-2 നല്ല സേവുകളും ടെർസ്റ്റഗൻ നടത്തി. സോ ടെർസ്റ്റഗന്റെ പെർഫോമൻസ് ഇന്നലെ ഓവറോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ആ 2 ഗോളിലും ടെർസ്റ്റഗന് കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ടും ഇല്ലായിരുന്നു. സോ 2000-ന് ശേഷം ആദ്യമായിട്ടാണ് ഒരു കോമ്പറ്റീറ്റീവ് മാച്ചിൽ
പോർച്ചുഗൽ ജർമ്മനിയെ പരാജയപ്പെടുത്തുന്നതും അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ്. ഇതിനു മുമ്പ് 5 കോമ്പറ്റേറ്റീവ് മാച്ചാണ് കളിച്ചത്. അത് 5നും ജർമ്മനിക്കൊപ്പമായിരുന്നു വിജയം. സോ ലെറ്റ്സി കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. എന്തായാലും പോർച്ചുഗലിന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, എസ്പെഷ്യലി ആസ് എ ടീം. വിറ്റീന ഇറങ്ങിയതിന് ശേഷം ഹൈ ഓഫ് ദ പിച്ചർ എസ്പെഷ്യലി പോർച്ചുഗൽ ബോൾ വിൻ ചെയ്തതിനു ശേഷം വിറ്റീനയുടെ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് തന്നെയായിരുന്നു. സോ ജാവനോസ് മാറിയതിന് ശേഷം റൂബൻ നെവസ് മാറിയതിനു ശേഷം വിറ്റീന വന്നപ്പം കളിയുടെ ഒരു ഫ്ലോയിൽ തന്നെ നമുക്ക് മാറ്റം കാണാം. ന്യൂനോ മെൻഡസ് ഒരു രക്ഷയില്ലാത്ത പ്ലെയറാട്ടോ, പറയാതിരിക്കാൻ പറ്റുള്ളൂ. ഒന്നൊന്നര പെർഫോമൻസ് ആണ് ന്യൂനോ മെൻഡസിന്. പെട്രോനെറ്റയും ട്രിൻകാവാനാണ് ഫ്രണ്ടിൽ ഇറക്കിയത്, റാഫേലിയോനല്ല. സോ വർക്ക് ലോഡ് എടുക്കുന്ന കാര്യത്തിൽ പെട്രോനെറ്റോ മച്ച് ബെറ്റർ ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അത് തന്നെയാണ് ഇതിനെ കണ്ടു. അന്യായ പെർഫോമൻസ് ആയിരുന്നു നെറ്റോടെയും ട്രിൻകാവാൻ്റെ എന്നല്ല, പക്ഷെ ഓഫ് ദ ബോൾ അവർ രണ്ടുപേരും വർക്ക് ലോഡും എടുത്തു പറയേണ്ട കാര്യമാണ്. ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ അത്യാവശ്യം നല്ലപോലെ തന്നെ കളിച്ചു. ആള് എന്ന് പറയാൻ അന്യായമായിരുന്നു, പുള്ളിയായിരുന്നു ഗെയിം ചേഞ്ചർ എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ പുള്ളീനെ എപ്പോഴാണ് ആവശ്യം വന്നത് ആ ഒരു ഗോൾ പുള്ളീനെ അതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് ഗോയിങ് ടു ബി ദാറ്റ്. ആ ഒരു ടാപ്പിൻ അല്ലെങ്കിൽ പെനാൽറ്റി ബോക്സിനകത്തെ ത്രെട്ട് അത് തന്നെ പ്രോപ്പറായിട്ട് തന്നെ ആൾ ഫിനിഷ് ചെയ്ത് കുറച്ചുകൂടെ ക്ലിനിക്കലാവായിരുന്നു. ഒരെണ്ണോടെ അടിക്കായിരുന്നു, ഒരു നല്ല ആൻസർ ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് ഹാപ്പൻസ് ഇന്ന് 2.56 ഓവറാണ് പോർച്ചുഗലിന്റെ XG. അപ്പുറത്ത് അവർക്ക് 1.11 അങ്ങനെ കണ്ടുള്ളൂ. ആ 6ഓളം എന്താ പറയുക നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 6ഓളം ഷോട്ട്സ് ഓൺ ടാർഗറ്റ് എടുത്തു, 3ഓളം ബിഗ് ചാൻസുകൾ പോർച്ചുഗൽ മിസ് ചെയ്തു. സോ ഡെഫിനറ്റ്ലി ദ ബെറ്റർ സൈഡ് വേർ പോർച്ചുഗൽ. കൂടുതൽ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ പോർച്ചുഗൽ മച്ച് സുപ്പീരിയർ ആയിരുന്നു എന്ന് ഞാൻ പറയും, ഓൺ ദ ബോൾ ഓഫ് ദ ബോൾ ജർമ്മനിയേക്കാൾ. സോ ഡിസേർവിംഗ് ഇൻ ദേ ആർ ഇൻ ടു ദ ഫൈനൽസ്. ഡിസേർവിംഗ് ആയിട്ട് തന്നെ ഫൈനലിൽ കടന്നിട്ടുണ്ട്. ഒന്നൊന്നര പെർഫോമൻസ് തന്നെയായിരുന്നു. ആരായിരിക്കും ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നതെന്ന് നോക്കണം. ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ ജയിക്കുന്നവരായിട്ടാണ്, അതൊരു ഒന്നൊന്നര മത്സരമായിരിക്കും. ലെറ്റ്സ് സീ. സോ അവിടുന്ന് കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വിടാനായിട്ടാണെങ്കിൽ ലൂക്ക മോഡ്രിച്ച് AC മിലാന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു. ഉടനെ തന്നെ ഹിയർ വി ഗോ വരുമെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇൻസാഗി അൽ ഹിലാലിന്റെ കോച്ചായി മിക്കവരും അറിഞ്ഞു കാണും. ആളൊരു 2 ഇയർ കോൺട്രാക്റ്റ് ആണ് സൈൻ ചെയ്യാൻ പോകുന്നതെന്ന് കേൾക്കുന്നു. ചിലർ പറയുന്നത് 3 ആണെന്ന് കേൾക്കുന്നത്. 2 or 3 എക്സാക്ട്ലി അറിയത്തില്ല. ആള് 26 മില്യൺ യൂറോസ് പെർ സീസൺ അയൺ ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ കിങ്സ്ലി കോമാന് വേണ്ടി ഇപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡ് ഇൻട്രസ്റ്റഡ് ആണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ കിങ്സ്ലി കോമാൻ, ഗ്നാബ്രി, സാനെ ഇവരെല്ലാം ബയൺ മണിക്ക് വിടുക എന്നുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട്. മിക്കവാറും കോൺട്രാക്ട് എക്സ്റ്റൻഷനോ മറ്റൊന്നും നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ കേൾക്കുന്ന മറ്റൊരു വാർത്ത എന്നാന്ന് വെച്ചാൽ അൽ ഹിലാല് നമുക്ക് എല്ലാവരും കേട്ടാണ് തിയോ ഹെർണാണ്ടസിന് വേണ്ടി 30+5 മില്യൺ യൂറോസിന്റെ ഒരു ഡീൽ അക്സെപ്റ്റ് ചെയ്തായിരുന്നത്. സോ ഇപ്പം അത്ലറ്റിക്കോ മാഡ്രിഡും അൽ ഹിലാലും തമ്മിൽ ഒരു പ്ലെയർ എക്സ്ചേഞ്ച് കാര്യം സംസാരിക്കുന്നു എന്ന് കേൾക്കുന്നു. അൽ ഹിലാലിലോട്ട് പോകാനായിട്ട് തിയോ ഹെർണാണ്ടസിന് ഇപ്പം താല്പര്യമില്ലാന്ന് കേൾക്കുന്നു. സോ മൊളീന തിയോ ഹെർണാണ്ടസ് സ്വാപ്പ് ഡീലിനെ കുറിച്ച് ഇപ്പം ഡിസ്കഷൻ നടക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് കൊർഡോസോ ഡീലിൽ 25 മില്യൺ യൂറോസിന്റെ ഒരു പ്രപ്പോസൽ വിട്ടു. പക്ഷേ റയൽ ബെറ്റിസ് അത് റിജക്ട് ചെയ്തു. അവർക്ക് 40 മില്യൺ യൂറോസ് എന്ന് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എക്കറ്റെക്കയായിട്ട് ചെൽസി പേഴ്സണൽ ടൈംസ് ഡിസ്കഷൻ തുടങ്ങിയെന്നും അത് അഗ്രി ചെയ്താൽ ഫ്രാങ്ക്ഫുട്ടിന് മുമ്പിൽ ഒരു പ്രപ്പോസൽ വിടുമെന്നാണ് കേൾക്കുന്നത്. എക്കറ്റെക്കയുടെ ഹൈലിയാണ് ചെൽസി റേറ്റ് ചെയ്യുന്നത്. പക്ഷേ 100 മില്യൺ യൂറോസ് ഡിമാൻഡ് ചെയ്യുന്ന പ്രൈസ് കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ഫസ്റ്റ് പേഴ്സണൽ ടൈംസ് പ്ലെയറായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുവാണ്. ലിവർപൂളും താരത്തിൽ ഇൻട്രസ്റ്റഡ് ആണ്. സോ അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ലിവർപൂളിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഇപ്പൊ പോൾ ജോയ്സും മറ്റ് ജേർണലിസ്റ്റുകളും തമ്മിൽ പറയുന്നതായിട്ട് ഒരു ഇത് വരുന്നില്ല. കഴിഞ്ഞ ദിവസം പോൾ ജോയ്സ് വന്നിട്ട് വന്നു എന്നാ പറയുക നമ്മുടെ ലൂയിസ് ഡിയാസിനെ വിൽക്കാനായിട്ട് തൽക്കാലം പ്ലാൻ ഇല്ല. ഹീസ് പാർട്ട് ഓഫ് ദ പ്ലാൻസ് ആണ് ലിവർപൂളിന്റെ പ്ലാൻ എന്നുള്ള രീതിയിൽ പോൾ ജോയ്സ് പറഞ്ഞു. പക്ഷെ എല്ലാ ജേർണലിസ്റ്റുകളും പറയുന്നത് ഇപ്പൊ വേറെ റിപ്പോർട്ട് കേൾക്കുക അൽ നാസറിന്റെ പ്രപ്പോസൽ ലിവർപൂൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതി വരുന്നുണ്ട്. പക്ഷെ താരം ഇതുവരെ അങ്ങോട്ട് പോകാന്നുള്ള ഡിസിഷൻ എടുത്തിട്ടില്ല. സോ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. മേ ബി പോൾ ജോയ്സ് നമുക്കറിയാം, മേ ബി ലിവർപൂൾ പ്ലെയറെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നു, മേ ബി പ്രൈസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള സ്ട്രാറ്റജി ആവും. സോ പുള്ളി എന്ന് പറയുന്നത് പ്ലാൻസിലാണ്, നെക്സ്റ്റ് സീസൺ പ്ലാൻസിലുണ്ടെന്നാണ്. പക്ഷെ മറ്റ് ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുള്ളിനെ വിൽക്കാനായിട്ട് ലിവർപൂൾ റെഡിയാണെന്നാണ്. സോ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. സോ അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റി കാര്യങ്ങൾ കുക്ക് ചെയ്യുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റി ഐറ്റ്നോറിയോ ആയിട്ടുള്ള പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു. ഇനിയും പ്രൈസ് ഓൾമോസ്റ്റ് അഗ്രി ആവും. മിക്കവാറും വരും ദിവസങ്ങളിൽ തന്നെ ഹിയർ വരും. ടൈം റൈൻഡേഴ്സോടെ എവറിത്തിങ് ഈസ് അഗ്രി. 50 മില്യൺ യൂറോസ് ഫിക്സോ അതോ 50 മില്യൺ യൂറോസ് ഫിക്സ് പ്ലസ് 10 മില്യൺ യൂറോസ് ആഡ് ഓൺസിന്റെ ഒരു ടോട്ടൽ പാക്കേജിന് 55 മില്യൺ യൂറോസ് പ്ലസ് ഫിക്സ്ഡ് പ്ലസ് 10 മില്യൺസ് ആഡ് ഓൺസിന് ഒരു പാക്കേജിന് അഗ്രി ചെയ്യുന്നു എന്ന് കേട്ടു. രണ്ട് ടേംസും രണ്ട് പാർട്ടീസും അഗ്രീഡ് ആയി. സോ ടൈം റൈൻഡേഴ്സ് ടു സിറ്റി ഓൾമോസ്റ്റ് ഡൺ ആണ്. അതോടൊപ്പം തന്നെ സിറ്റി ചെറുക്കിയായിട്ട് പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ചെയ്തു. സോ പ്രൈസിന്റെ ഇത് നിൽക്കുകയാണ്. 40 മില്യൺ യൂറോസിന്റെ ആഡ് ഓൺസ് ഉൾപ്പെടെ ഒരു ടോട്ടൽ പാക്കേജാണ് ലയോൺ ഡിമാൻഡ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ. ഇവർ 3 പേരെ മിക്കവാറും സിറ്റി ക്ലബ് വേൾഡ് കപ്പിന്റെ ടീമിൽ കാണുമെന്നാണ് കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ ചെൽസി മൈക്ക് മാഗ്നാൻ ആയിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്നതിന്റെ വക്കീലാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചെൽസിയുടെ പ്രപ്പോസൽ 10 മില്യൺ യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജ് ആണെന്നും എന്നാൽ 30 മില്യൺ യൂറോസ് 25 മില്യൺ പ്ലസ് 5 മില്യൺ ആഡ് ഓൺസിന്റെ ഒരു പാക്കേജാണ്
AC മിലാൻ ഡിമാൻഡ് ചെയ്തെന്ന് കേൾക്കുന്നു. 1 more year കോൺട്രാക്റ്റ് ഉള്ളൂ. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. പിന്നെ ഇതൊക്കെയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഫ്രാൻകോ മസ്ത്വാൻഡുവാനോ നമ്മുടെ അർജന്റീനൻ വണ്ടർ കിഡിനെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കുന്നതിൻ്റെ വക്കീലാണ്. PSG ആയിട്ട് താരം ടോക്സ് നടത്തി. കാര്യങ്ങളെല്ലാം എന്നാ പറയുക, PSG-യും റിവർ പ്ലേറ്റും തമ്മിൽ അഗ്രി ചെയ്തു. പക്ഷേ താരത്തിന് ഫൈനൽ ഡിസിഷൻ കൊടുത്തിട്ടില്ലായിരുന്നു, അഗ്രി ചെയ്തിട്ടില്ലായിരുന്നു. സോ കഴിഞ്ഞ ദിവസം യൂലിയൻ കലാഫത്ത് പേഴ്സണലി അർജന്റീനയിലോട്ട് പറഞ്ഞെന്നും താരമായിട്ട് കോൺടാക്ട്സ് നടത്തിയെന്നും പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്നതും ഇനി റിവർ പ്ലേറ്റുമായിട്ട് പ്രൈസ് അഗ്രി ചെയ്യുന്നതിൻ്റെ ഇത് മാത്രമേ ബാക്കിയുള്ളതെന്നും കേൾക്കുന്നു. സോ പ്ലെയർ ചൂസ് ചെയ്തിരിക്കുന്ന റയൽ മാഡ്രിഡ് ആണ്. സോ PSG-യും റിവർ പ്ലേറ്റും തമ്മിൽ എന്തോ ടൈംസ് അഗ്രി ചെയ്തിരുന്നു, പക്ഷേ പ്ലെയർ അഗ്രി ചെയ്തിട്ടില്ലായിരുന്നു. ലെറ്റ്സ് സീ. ഒരു കിടിലൻ വണ്ടർ എല്ലാ ടോപ്പ് ക്ലബ്സും നോക്കി സ്കൗട്ട് ചെയ്ത പ്ലെയറാണ് ഫ്രാങ്കോ മസ്ത്വാൻഡുവാനോ. താരത്തെ റയൽ സ്വന്തമാക്കുകയാണെന്നാണ് തോന്നുന്നത്. സോ അവിടെ നിന്ന് PSG-യുടെ കാര്യം പറഞ്ഞപ്പം PSG ഇലിയ സബ്രാനിയുടെ ഡീലിൽ വർക്ക് ചെയ്യുന്നതായിട്ട് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലൂയിസ് ക്യാമ്പോസ് പേഴ്സണലി ബോൺമുത്തിൽ പറഞ്ഞെത്തി താരമായിട്ട് ടോക്സ് നടത്തിയെന്നും താരത്തിന്റെ ഏസ് കിട്ടിയെന്നും ഇനി ബോൺമുത്തുമായിട്ട് പ്രൈസ് അഗ്രി ചെയ്യാനായിട്ട് മാത്രമാണ് ബാക്കി നിൽക്കുന്നതെന്നുമാണ് കേൾക്കുന്നത്. സോ ഒരു ക്വാളിറ്റി സെന്റർ ബാങ്ക് 22 വയസ്സുകാരനായ സബ്രാനിനെ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. PSG അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിൽ ഇറങ്ങി കളിക്കുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. കാംഗ്ലി നാപ്പോളി ലിങ്ക്സ് കാണുന്നുണ്ട്. അതുപോലെ ഗോൺസാലോ റാമോസിന് ഒരു മാർക്കറ്റ് 55 മില്യൺ പൗണ്ട്സിന് വെച്ചതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.